ചീകി നിൽക്കണുണ്ടല്ലോ. മതി. ആരെ കാണിക്കാനാ? നിന്നെയല്ല. അതെനിക്കറിയാം. ആരാധകരുടെ എണ്ണം കൂടുന്നുണ്ടല്ലോ. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല കുട്ടി. ഇതേതാ ഈ ഷർട്ട്? ചിറ്റയുടെ പ്രസന്റാ. എങ്ങനെയുണ്ട്? ഒരു വൃത്തിയില്ല. നിനക്ക് വല്ല കലാബോധം ഉണ്ടോ? ഇത് ഇടണ്ട. സത്യമായിട്ട് ഒരു ഭംഗിയില്ല. ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ സഹിച്ചു. ഇത് ഇടണ്ട. വേറെ ഷർട്ട് ഇട്ടാ മതി. ഇത്ര ദുശ്ശാഠ്യം പാടില്ല പെൺകുട്ടികൾക്ക്. പിന്നെ പനിച്ചില്ലല്ലോ അല്ലേ? ഇല്ല. നീര് പറ്റി. വേദന എങ്ങനെയുണ്ട്? കുറഞ്ഞു. പത്രങ്ങളൊക്കെ തകർത്ത് എഴുതിരിക്കാനുള്ള. അടുത്ത് നമുക്ക് ഇതിലും ഭംഗിയാക്കണം. ഇന്ത്യൻ നൃത്തരംഗത്തെ ആദ്യത്തെ പേര് സുധർമാന്നായിരിക്കണം. അതൊന്നും വേണ്ട. ചിലപ്പോ ഞാൻ ഇനി ചെലങ്ക കിട്ടിയില്ലെന്ന് വരും. അതെന്താ? ഞാനെല്ലാം അവസാനിപ്പിക്കുകയാണ്. എന്താ ഈ പറയുന്നത്? ഞാൻ സമ്മതിക്കില്ല. ഇന്ത്യയിലും വിദേശത്തൊക്കെ നമുക്ക് പ്രോഗ്രാം നടത്തണം. ഞാനുണ്ടാവും. ഹരി എന്റെ പ്രോഗ്രാമിന് പാടി നടന്നാ പോരാ. അത് ഹരിയുടെ ഭാവിയെ ബാധിക്കും. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംഗീതജ്ഞരുടെ പട്ടികയിൽ ഹരിയുടെ പേര് കേട്ടാ മതി എനിക്ക്. ചിറ്റയുടെ പ്രോഗ്രാമിന് ഞാൻ വന്ന് പാടുത്തുന്ന എന്റെ ഭാവി എങ്ങനെ ബാധിക്കുക? ഞാൻ വരും. എവിടെയായിരുന്നാലും, എത്ര പ്രശസ്തനായിരുന്നാലും വരും, പാടും. പക്ഷേ ഞാനിനി ഒതുങ്ങിക്കൂടുകയാണ് ഹരി. അതാണ് നല്ലത്. അല്ലെങ്കിൽ എനിക്കെല്ലാം നഷ്ടപ്പെടും. ചിറ്റ എന്തോ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്. എന്താ കാര്യം? സാറുമില്ല തൃപ്തി പറഞ്ഞു? ഇല്ല. അമ്മൂല്ല മണ്ടത്തരവും ഇല്ല. പിന്നെന്താ? ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? എനിക്ക് മടുത്തു, അത്ര തന്നെ. ഞാനത് വിശ്വസിക്കില്ല. നോക്കൂ, ഇവിടെ എനിക്ക് സ്വർഗമാണ്. ഹരിയുടെ സാറ് എന്റെ ഈശ്വരനാണ്. ആ കാൽ കീഴിൽ ഞാൻ ഒതുങ്ങിക്കൂടിക്കൊള്ളാം. മറ്റൊന്നും എനിക്ക് വേണ്ട. എന്തിനാ കരയുന്നത്? ഹരി പൊയ്ക്കോളൂ. ചിറ്റ, ഞാൻ പ്ലീസ്. ഹരിയേട്ട, ഞാൻ അകത്തേക്ക് വന്നോട്ടെ? അനുവാദം ചോദിച്ചാലോ നീ എന്റെ അടുത്ത് വരാറ്? പെണക്കാണെങ്കിൽ നാണല്ലാണ്ട് ഇഷ്ടം കൂടി വരണ്ടാന്ന് വെച്ചിട്ടാ. പിന്നെ ഇപ്പൊ വന്നതോ? പെണക്കല്ലാന്ന് മനസ്സിലായോണ്ട്. എന്നെ തല്ലിയത് വലിയ വിഷമായല്ലേ? ആര് പറഞ്ഞു? എനിക്കറിയാം. അതല്ലേ എന്നെ സന്തോഷിപ്പിക്കാൻ പാട്ട് പാടിയത്. ഇത്രേ ഉള്ളൂ ഈ ആള്. ദേഷ്യം വരുമ്പോ എന്തെങ്കിലും പറയും പ്രവർത്തിക്കും ചെയ്യും. എന്നിട്ട് വിഷമിക്കും. വല്ലാതെ വേദനിച്ചോ കുട്ടി? വരവ് കണ്ടപ്പോ ഞാൻ പേടിച്ചു. പിന്നെ വേദനിച്ചോന്ന് ചോദിച്ചാ കുറച്ച്. നീ കുറുമ്പ് കാണിച്ചിട്ടില്ലേ ഞാൻ തല്ലിയത്? തല്ല്, ചീത്ത പറയേ, എന്ത് വേണേലും ചെയ്തോളൂ. എന്നെ ഇഷ്ടല്ലാണ്ടാവരുതട്ടോ. അങ്ങനെയായ മരിക്കുള്ളൂ ഞാൻ.
ഹരിയേട്ടാ, ഉം, അമ്മാമ്മയോട് പറ എന്ത്? നമ്മുടെ കാര്യം ഇനി എന്തിനെങ്കിലും നീട്ടിക്കൊണ്ടോണത്. നിനക്കെന്താ അത്ര ധൃതി? ധൃതിയൊന്നുമില്ല, പേടിയാ. അല്ലെങ്കിൽ ഹരിയേട്ടൻ എന്നെ മറക്കും. ചിലരൊക്കെ ഒരുങ്ങി പുറപ്പെട്ടിട്ടുണ്ടല്ലോ. ആര്? എന്തിനാ ഞാൻ പറയണേ? അല്ലാണ്ട് അറിയാലോ. വല വീശി പിടിക്കാൻ നല്ല മിടുക്കുണ്ട്, കേട്ടില്ലേ? അമ്മോ, സൂക്ഷിച്ച് സംസാരിക്കണം. ഞാനൊന്നും മിണ്ടുന്നില്ല, പോരെ? തനിക്ക് എന്ത് പറ്റി? ഒന്നുമില്ല. ഈയിടെ താൻ എന്നും വിഷാദരാഗങ്ങളെ വായിക്കാറുള്ളൂ. വായിക്കുമ്പോൾ താൻ അത് അനുഭവിക്കുകയും ചെയ്യുന്നു. ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? എന്നിൽ നിന്നൊന്നും മറച്ചു പിടിക്കാൻ തനിക്ക് കഴിയില്ല. ഒരു കണ്ണാടിക്കൂട്ടിൽ എന്നോണം തന്റെ മനസ്സെനിക്ക് കാണാം. പറയൂ, മുറിച്ചറിഞ്ഞ ബന്ധങ്ങൾ വീണ്ടും വേദനിപ്പിക്കുന്നുണ്ടോ? എന്താണെന്നറിയില്ല. മനസ്സ് കാർമൂടിയ ആകാശം പോലെ. നമുക്ക് മുകളിൽ എന്തോ ദുരന്തങ്ങൾ ഉരുണ്ടുകൂടുന്നത് പോലെ തോന്നുന്നു. നടുക്കടലിൽ ഒരു കളിവഞ്ചിയിൽ ഒറ്റപ്പെട്ടതുപോലെ. എവിടെയായാലും താൻ ഒറ്റയ്ക്കായിരിക്കില്ല. ജീവിതം ഉണ്ടെങ്കിൽ നാം ഒരുമിച്ചായിരിക്കും. മരണത്തിലും ഞാനുണ്ടാവും കൂടെ. വരൂ. ഇവിടെ ഇങ്ങനെ അടച്ചുമൂടിയിരുന്നിട്ടാ ഞാനാണെങ്കിൽ എഴുത്തിലും. ഉടനെ നമ്മളൊരു യാത്ര പോകുന്നു. ഹരിയെയും അമ്മുനെയും കൂടെ വിളിക്കാം. കാർമേഹമൊക്കെ അപ്പൊ താനേ ഒഴിയും. എങ്ങോട്ടാണ്? തീരുമാനിച്ചോളൂ. പിന്നെ മറ്റൊരു കാര്യം, ഇന്ന് രാത്രി കുളിച്ച് സുന്ദരിയായിട്ട് റീഡിംഗ് റൂമിൽ വരണം. എന്തിനാണ്? വരൂ, അപ്പൊ പറയാം. ഇപ്പൊ പറയൂ. എ വെരി പ്ലസന്റ് സർപ്രൈസ്. എന്താ, ധൃതിയായോ? ഇനിയും ക്ഷമിക്കാൻ വയ്യ. എന്താണ് പറയുന്നേ? വരൂ. എന്റെ സുതയ്ക്ക് എന്റെ മമത. ഈശ്വര, എഴുതി കഴിഞ്ഞു. ഇത് ഞാനാണോ വാങ്ങേണ്ടത്? നീ മാത്രമാണ്. മറ്റാർക്കും അതിനുള്ള അർഹതയില്ല. മമത, NS അനന്തപത്മനാഭൻ. ജീവിതത്തിനും സാഹിത്യത്തിനും എനിക്ക് പ്രചോദനമായ എന്റെ ജീവന്റെ ജീവനായ ഒരു കൂത്താടി പെണ്ണിന് ഞാൻ ഭാഗ്യവതിയാണ്.
അപ്പൊ നമുക്ക് എങ്ങോട്ടാ പോകേണ്ടത്? അത്ര ദൂരെ ആയിക്കോട്ടല്ലേ? ഒരു 10-15 ദിവസം. എന്താ ആരും ഒരു സജഷനും പറയാത്തത്? എങ്ങോട്ടായാലും എനിക്ക് വിരോധമില്ല. ആർക്കും ഒരു താല്പര്യമില്ലാത്ത പോലെ. അമ്മയോടെ അവളെ വിളിച്ചില്ലേ? ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങൾക്കൊക്കെ എന്താ പറ്റിയത്? സാറേ, ഇയാളുടെ കാര്യം ഒന്ന് മനസ്സിൽ ആലോചിച്ചതേ ഉള്ളൂ. ആളെത്തി. ചൂടാവരുത്. ഞാനൊരു കാര്യം പറയാം. ഞാൻ ഇങ്ങോട്ടായിട്ട് വന്നതല്ല. ദേ, എന്റെ ഒരു ബന്ധു, ഒരു ചെറിയ അമ്മായിയുടെ മകൻ ഈ ഊട്ടിയിൽ ഇവിടെ തണുത്ത് വിറച്ച് താമസിക്കുന്നുണ്ട്. മൂപ്പരെ ഒന്ന് കാണാൻ വന്നതാ. അവിടെ വരെ വരിക, എന്നിട്ട് അവിടെ കിടന്ന് കറങ്ങുക, എന്നിട്ട് അത് ആരെങ്കിലും എന്നോട് വന്ന് പറയാ പോരെ പൂരം. പിന്നെ പരിവായി വഴക്കായി. വേണ്ട, നേരെ ഇങ്ങോട്ട് പോന്നു. നോണ പറയരുത് ചന്തു നായരെ. നോണയല്ല എസ്, സത്യാണ്. നോണ പറയണെങ്കിൽ സാധാരണ മനുഷ്യന്റെ മുഖത്തൊരു കള്ളപ്പുഞ്ചിരി ഉണ്ടാവൂലോ. ദേ പിടിക്ക്, നോക്കിക്കോ. ഇന്നലെ വരെ ഇല്ലാത്തൊരു ബന്ധു ആരാടോ തനിക്കിവിടെ? ഊട്ടിയിൽ ഏത് ഭാഗത്താ? എന്ത് പറഞ്ഞാലും പിടിക്കും എന്റെ ഈശ്വരാ. സത്യം പറ, താൻ എത്ര അധ്യായം എഴുതി അറിയാൻ വേണ്ടി വന്നല്ലേ? എന്നെ അവിടെ ഇരുന്നിട്ട് ഇരിക്കപ്പുറത്ത് കിട്ടണില്ല, അതുകൊണ്ട് ഇങ്ങോട്ട് പോന്നതാ. എന്നാ ഇനി സമാധാനമായിട്ടിരുന്നു. എല്ലാ പത്രങ്ങൾക്കും പരസ്യവും കൊടുത്തു. NSന്റെ ഏറ്റവും നല്ല കൃതിയായിരിക്കും ഇത്. എത്രയായി? തീർന്നു. സോറി സോറി. വരുന്നത് പറ്റേ, ഞാൻ എന്തായാലും കെട്ടിപ്പിടിക്കും. കെട്ടിപ്പിടിച്ചിട്ട് പേരായി വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ഒരു കുപ്പി മേടിച്ചിട്ട് നമുക്ക് കാറ്റാണ്.